ക്വസ്റ്റ്യൻ നമ്പർ 1. ഏത് പ്രക്ഷോഭത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ? ആൻസർ ഓപ്ഷൻ 2 പുന്നപ്ര വയലാർ സമരം. ആൻസർ ഓപ്ഷൻ 2 പുന്നപ്ര വയലാർ സമരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സി കേശവൻ്റെ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടത്തിയതാണ്? ആൻസർ ഓപ്ഷൻ 3 നിവർത്തന പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ 3 നിവർത്തന പ്രക്ഷോഭം. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ്? ആൻസർ ഓപ്ഷൻ 1 ശ്രീമൂലം തിരുനാൾ. ആൻസർ ഓപ്ഷൻ 1 ശ്രീമൂലം തിരുനാൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തിയ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 4 1910 സെപ്റ്റംബർ 26. ആൻസർ ഓപ്ഷൻ 4 1910 സെപ്റ്റംബർ 26. 5. തിരുനെൽവേലി കളക്ടറായിരുന്ന ആഷ് എന്ന ഇംഗ്ലീഷുകാരനെ വെടിവെച്ച് കൊന്നതാര്? തിരുനെൽവേലി കളക്ടറായിരുന്ന ആഷ് എന്ന ഇംഗ്ലീഷുകാരനെ വെടിവെച്ച് കൊന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 വാഞ്ചി അയ്യർ. ആൻസർ ഓപ്ഷൻ 2 വാഞ്ചി അയ്യർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഈഴവ മെമ്മോറിയലിനെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ 3 സ്വാതി തിരുനാൾ മഹാരാജാവിനാണ് സമർപ്പിച്ചത്. ഇത് തെറ്റാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 1896 സെപ്റ്റംബർ 3 സമർപ്പിച്ചു. ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. 13,176 പേര് ഒപ്പിട്ട നിവേദനം ആയിരുന്നു ഇത്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 7th ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന യോഗം ഏത് സംഘടനയുടെ മാതൃകയിലാണ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ 1 SNDP. ആൻസർ ഓപ്ഷൻ 1 SNDP. 8th ക്വസ്റ്റ്യൻ, ഏത് സത്യാഗ്രഹ സമരത്തിൻ്റെ 100ാം ദിവസം ജാഥ നയിച്ചപ്പോഴാണ് AG വേലായുധൻ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ 4 പാലിയം സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ 4 പാലിയം സത്യാഗ്രഹം. 9. സ്വാതന്ത്ര്യ സമരകാലത്തെ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മലബാറിൽ ഉണ്ടായ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്? ആൻസർ ഓപ്ഷൻ 2 ക്വിറ്റ് ഇന്ത്യ സമരം. ആൻസർ ഓപ്ഷൻ 2 ക്വിറ്റ് ഇന്ത്യ സമരം. 10. ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള നടന്നതെവിടെ? ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള നടന്നതെവിടെ? ആൻസർ ഓപ്ഷൻ 3 തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ 3 തൃശ്ശൂർ ജില്ല. 11. 2023 ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2023 ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ 1 മോഹൻ ബഗാൻ ST. മോഹൻ ബഗാൻ ST. 12. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ 4 ഒഡീഷ. ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷയിലാണ്. 13. ഇന്ത്യയിലെ ആദ്യത്തെ UPI ATM പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ UPI ATM പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 2 മുംബൈ. ആൻസർ ഓപ്ഷൻ 2 മുംബൈ. 14. ആദ്യത്തെ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടി അരങ്ങേറിയ നഗരം ഏത്? ആദ്യത്തെ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടി അരങ്ങേറിയ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 നെയ്റോബി. ആൻസർ ഓപ്ഷൻ 3 നെയ്റോബി.
15. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റിയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റിയായി പ്രഖ്യാപിച്ചത്. ആൻസർ ഓപ്ഷൻ 1 സാഞ്ചി. ആൻസർ ഓപ്ഷൻ 1 സാഞ്ചി. 16. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഇന്ത്യ. 17. ഒരു ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ കളിച്ച ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 2 രോഹൻ ബൊപ്പണ്ണ. ആൻസർ ഓപ്ഷൻ 2 രോഹൻ ബൊപ്പണ്ണ. 18. ഇന്ത്യയിൽ ആദ്യമായി ഏത് മത്സ്യത്തിൻ്റെ ജനിതക ഘടനയാണ് പൂർണ്ണമായും വേർതിരിച്ച് പഠിക്കാൻ ആയത്? ആൻസർ ഓപ്ഷൻ 3 മത്തി. ആൻസർ ഓപ്ഷൻ 3 മത്തി. 19. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഏവിയേഷൻ ഫ്യുവൽ. ആൻസർ ഓപ്ഷൻ 1 ഏവിയേഷൻ ഫ്യുവൽ. 20. ചുവടെ നൽകിയിരിക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 സൗരോർജം. ആൻസർ ഓപ്ഷൻ 4 സൗരോർജം. 21. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിവസം ഡിസംബർ 14. 22. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1959. ആൻസർ ഓപ്ഷൻ 3 1959. 23. ചുവടെ പറയുന്നവയിൽ രാസമാറ്റം ഏതാണ്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഒന്ന് പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 1 പഞ്ചസാര ചൂടാക്കുന്നത്. ആൻസർ ഓപ്ഷൻ 1 പഞ്ചസാര ചൂടാക്കുന്നത്. 24. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏത്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഭ്രമണം. ആൻസർ ഓപ്ഷൻ 4 ഭ്രമണം. 25. ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണമെന്ത്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 2 ചന്ദ്രൻ്റെ ഭ്രമണവും പരിക്രമണവും ഒരേ കാലയളവ് ആയതിനാൽ. 26. ഖരാവസ്ഥയിലെ ലായനിക്ക് ഉദാഹരണം ഏത്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 3 പിച്ചള. ഖരാവസ്ഥയിലെ ലായനിക്ക് ഉദാഹരണമാണ് പിച്ചള. 27. വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന രശ്മികളേവ? ആൻസർ ഓപ്ഷൻ 1 അൾട്രാ വയലറ്റ് രശ്മികൾ. ആൻസർ ഓപ്ഷൻ 1 അൾട്രാ വയലറ്റ് രശ്മികൾ. 28. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കാൻ കാരണമെന്ത്? അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കാൻ കാരണമെന്ത്? ആൻസർ ഓപ്ഷൻ 4 ദ്രാവകമർദ്ദം കൂടുന്നത് നേരിടാൻ. ആൻസർ ഓപ്ഷൻ 4 ദ്രാവകമർദ്ദം കൂടുന്നത് നേരിടാൻ. 29. കാർമോയ്സിൻ എന്ന രാസവസ്തു ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് ഏത് നിറം ലഭിക്കാനാണ്? കാർമോയ്സിൻ. ആൻസർ ഓപ്ഷൻ 2 ചുവപ്പ് നിറം. ആൻസർ ഓപ്ഷൻ 2 ചുവപ്പ് നിറം.
30. മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നു? ആൻസർ ഓപ്ഷൻ 3 22 ദിവസം. ആൻസർ ഓപ്ഷൻ 3 22 ദിവസം. 31. മനുഷ്യഹൃദയത്തെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ 1 സാധാരണയായി മിനിറ്റിൽ 62 തവണ ഹൃദയം സ്പന്ദിക്കുന്നു. ഇത് റോങ് ആണ്. നോർമൽ 72 ആണ്. 72 തവണ ഹൃദയം സ്പന്ദിക്കുന്നു. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഹൃദയത്തിന് മുഷ്ടിയോളം വലുപ്പമാണ് ഉള്ളത്. കറക്റ്റാണ്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പെരികാർഡിയമാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. 32. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സംവഹനത്തിൽ പങ്കുവഹിക്കുന്ന രക്തഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഹീമോഗ്ലോബിൻ. ആൻസർ ഓപ്ഷൻ 4 ഹീമോഗ്ലോബിൻ. 33. മാംസപേശികൾ ഇല്ലാത്തതിനാൽ സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയാത്ത അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ശ്വാസകോശം. ആൻസർ ഓപ്ഷൻ 2 ശ്വാസകോശം. 34. കണ്ണ്, മുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിൽ പ്രധാനമുള്ള വിറ്റാമിൻ ഏതാണ്? കണ്ണ്, മുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രധാനമുള്ള വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 വിറ്റാമിൻ എ. ആൻസർ ഓപ്ഷൻ 2 വിറ്റാമിൻ എ. 35. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ടെൻഡനുകൾ. ആൻസർ ഓപ്ഷൻ 3 ടെൻഡനുകൾ. 36. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 പിസികൾച്ചർ. ആൻസർ ഓപ്ഷൻ 1 പിസികൾച്ചർ. 37. കമൻസലിസത്തിൻ്റെ ഉദാഹരണം ഏതാണ്? കമൻസലിസത്തിൻ്റെ ഉദാഹരണം ഏതാണ്? സഹഭോജിത ബന്ധത്തിൻ്റെ ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 മരവും മരവാഴയും. ആൻസർ ഓപ്ഷൻ 4 മരവും മരവാഴയും. 38. ചുവടെ പറയുന്നവയിൽ ജലത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധി ഏതാണ്? ചുവടെ പറയുന്നവയിൽ ജലത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 എലിപ്പനി. ആൻസർ ഓപ്ഷൻ 2 എലിപ്പനി. 39. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ 4 1, 2, 3 ശരിയാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നോക്കാം. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത്. RK ഷൺമുഖം ചെട്ടിയായിരുന്നു ഇക്കാലത്തെ കൊച്ചി ദിവാൻ. തൃശ്ശൂർ നഗരത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിന് എതിരെയായിട്ടായിരുന്നു സമരം. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആൻസർ ഓപ്ഷൻ 4 1, 2, 3 ശരിയാണ്. 40. ആദിത്യ L1 ദൗത്യത്തെ പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 3 1, 2, 3 ശരി. 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നോക്കാം. സൂര്യനെ പഠിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 PSLV C-57 റോക്കറ്റിലാണ് ദൗത്യം വിക്ഷേപിച്ചത്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ഓപ്ഷൻ 3 1, 2, 3 ശരിയാണ്. താങ്ക് യു സോ മച്ച്.